ഇന്ന് രാവിലെ എണീറ്റേരം മുതൽ ഒരേ മഴ കേട്ടോ, ഒരുപടി ചോരാണ്ട് മഴ തന്നെയാണ്. ഇന്നലെയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ എന്താ പറയുക തെളിച്ചുണ്ടായിരുന്നു. ഇന്ന് ഒട്ടും തന്നെ ചോർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ച നല്ല തണുപ്പും മഴയും, ആരും പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ചെന്നാൽ പിന്നെ വൈകുന്നേരം ചൂടോടെ ചായക്ക് ഒരു ഇലയുടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ. വലിയ അർബഡായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് എന്താ പറയുക, തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് ശർക്കര വെല്ലവും ചിരകിയിട്ട് കുഴച്ച്, അതാണ് ഫില്ലിങ്. അല്ലാണ്ട് വിളയിച്ചെടുത്തതോ അതിനകത്ത് പെൻജീരകപ്പൊടിയോ എന്താ പറയുക ഏലക്കപ്പൊടിയോ ഒന്നും ഇടാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കടിയാണ് നമ്മുടെ ഇലയുടെ അല്ലേ. ഭയങ്കര നൊസ്റ്റാൾജിയും കൂടെ. നമ്മൾ കുഞ്ഞിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വളരെ കുറവാട്ടോ ഉണ്ടാക്കലൊക്കെ. ഞാൻ ഈ വീട്ടിൽ കൂടിയിട്ട് ഇതുവരെ ഉണ്ടാക്കില്ല, ഇതാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഇപ്പം എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതുപോലെ കടികൾക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ അല്ലേ. എല്ലാ കടകളിലും പോയാലും ഏത് കടികളും കിട്ടും പെട്ടെന്ന്. പിന്നെ വിചാരിക്കും അത് മതി അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈവനിങ് ടീയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയുണ്ടോ? നമുക്കിവിടെ മൺഡേ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. കണ്ണൂർ റെഡ് അലേർട്ടാണ്. അപ്പം മൺഡേയും ഭയങ്കര മഴയായിരിക്കും തോന്നുന്നു. ഇപ്പം നമ്മുടെ കണ്ണൂർ കൊട്ടിയൂരുത്സവം തുടങ്ങിയിട്ടുണ്ട്, ദക്ഷിണകാശി കേട്ടോ. അപ്പം അവിടെ നമ്മളിപ്പം കുറേ വർഷമായിട്ട് എല്ലാ വർഷവും പോകാൻ ശ്രമിക്കാറുണ്ട്. മിക്ക വർഷങ്ങളിൽ ഇപ്പം അടുത്തുള്ള വർഷങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം ഭയങ്കര തിരക്കാണെന്നുള്ള അറിവാണ് ഇപ്പം വന്നിട്ടുള്ളത്. അവിടെ 3.25 മണിക്കൂറൊക്കെ ബ്ലോക്കായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ട, ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റാതെ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നിട്ടുള്ളതെന്നൊക്കെയാണ് പോയവരൊക്കെ പറയുന്നത് കേട്ടോ. അത്രയും തിരക്കാണ്. നമ്മൾ ഈ വർഷം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, സാധിക്കുമെന്നറിയില്ല. പോയി കഴിഞ്ഞാലേ നമുക്ക് പറയാനോളും പോകാൻ പറ്റി എന്നുള്ളത് തന്നെ. എന്തായാലും നല്ലൊരു അവിടെ പോയ ഒരു വല്ലാത്തൊരു ഫീല് കിട്ടുന്ന ഒരു അമ്പലം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. ബൈ.